കൂടത്തായി കേസിൽ നിർണായക നിരീക്ഷണം 4 പേരുടെ മൃതദേഹ അവശിഷ്ടത്തിൽ സയനൈഡ് കണ്ടെത്തിയില്ല. അന്നമ്മ തോമസ്, ടോം തോമസ്, മഞ്ചാടിയിൽ മാത്യു, ആൽഫൈൻ എന്നിവരുടെ ഫോറൻസിക് പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, 4 പേരുടെ മൃതദേഹ അവശിഷ്ടത്തിലാണ് സയനൈഡ് കണ്ടെത്തിയില്ലാത്തത്. എന്തൊക്കെയാണ് ഈ നിരീക്ഷണത്തിൽ കൂടുതലായി ഉള്ളത്? കൂടത്തായി കൂട്ടക്കൊലയിൽ ഉൾപ്പെട്ട 4 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഹൈദരാബാദിലെ കേന്ദ്ര ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതിന്റെ റിപ്പോർട്ടാണ് മാറാട് പ്രത്യേക കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിരുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് പ്രോസിക്യൂഷനിൽ ലഭിച്ചത്. ഈ മൃതദേഹങ്ങളിൽ സയനൈഡിന്റെ അംശമില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഈ കേസിലെ മുഖ്യപ്രതിയായ ജോളി, ആദ്യ ഭർത്താവ് റോയ് തോമസ് ഉൾപ്പെടെ 6 പേരെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയെന്നായിരുന്നു ഈ കേസ്. ഇതിൽ റോയ് തോമസിന്റെയും ജോളിയുടെയും രണ്ടാമത്തെ ഭർത്താവിന്റെ ആദ്യ ഭാര്യ സിലിയുടെയും മരണകാരണം സയനൈഡ് ഉള്ളിൽ ചെന്നാണെന്ന് കണ്ടെത്തിയിരുന്നു. ബാക്കി 4 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളിൽ നടത്തിയ വിശദ പരിശോധനാ ഫലമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. നേരത്തെ നടത്തിയ പരിശോധനയിൽ 4 കേസുകളിൽ സയനൈഡ് അംശം കണ്ടെത്താത്തതിനാൽ വീണ്ടും കോടതിയുടെ അനുമതിയോടുകൂടി വിശദ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. ഇതിൽ അന്നമ്മ തോമസ്, ടോം തോമസ്, മഞ്ചാടിയിൽ മാത്യു, ആൽഫൈൻ എന്നിവരുടെ ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇപ്പോൾ ലഭ്യമായത്. അതിൽ സയനൈഡ് കണ്ടെത്തിയിട്ടില്ല. അതേസമയം റോയ് തോമസ്, സിലി എന്നിവരുടെ മൃതദേഹത്തിൽ സയനൈഡ് സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതിൽ റോയ് വധക്കേസിലെ സാക്ഷി വിസ്താരം ഈ മാർച്ച് 6 മുതൽ തുടങ്ങുകയാണ്. ഈ കേസിൽ മുഖ്യപ്രതിയായിട്ടുള്ള കൂടത്തായി ജോളി ഈ കോടതി മാറ്റണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുമുണ്ട്. 158 സാക്ഷികൾക്ക് ഹാജരാവാനാണ്, അവർക്ക് സമൻസ് അയക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി റിയാസ്.